സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 20 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 12, ഷോർട്ട് ലിസ്റ്റ് 4 ഉൾപ്പെടെ 16 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 3, ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തൽ അറിയിപ്പ് 1. ആദ്യം ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കാറ്റഗറി നമ്പർ 422/2023. കേരള സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കാറ്റഗറി നമ്പർ 422/2023 എന്ന തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടതും ഇതിനോടകം ഓൺ ടൈം വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ലാത്തതുമായ ഉദ്യോഗാർത്ഥികളുടെ പ്രമാണ പരിശോധന 2024 ഡിസംബർ 20 രാവിലെ 10:30 മുതൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് പ്രമാണങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതിയിലും സമയത്തും അസൽ പ്രമാണങ്ങളുമായി വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ 2/2023. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ SAP കാറ്റഗറി നമ്പർ 537/2022. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ കാറ്റഗറി നമ്പർ 690/2022 എന്ന തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടതും ഇതിനോടകം ഓൺ ടൈം വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ലാത്തതുമായ ഉദ്യോഗാർത്ഥികളുടെ പ്രമാണ പരിശോധന 16/12/2024, 17/12/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് പ്രമാണങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതിയിലും സമയത്തും അസൽ പ്രമാണങ്ങളുമായി വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ക്വാളിഫൈഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിമൻ കാൻഡിഡേറ്റ്സ് റിസൈഡിംഗ് അറ്റ് റെസ്പെക്റ്റീവ് ലൊക്കാലിറ്റി കാറ്റഗറി നമ്പർ 274/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് റെക്കോർഡിംഗ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 436/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 72.33 ലിസ്റ്റിലാകെ 65 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ 702/2023. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി നമ്പർ 114/2022. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ സെക്കൻഡ് NCA ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 286/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫസ്റ്റ് NCA ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 563/2022. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കാറ്റഗറി നമ്പർ 9/2022.
അടുത്ത റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 303/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 479/2023. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസിലേക്ക് ജൂനിയർ ലെക്ചറർ ഇൻ മോഹിനിയാട്ടം കാറ്റഗറി നമ്പർ 684/2022. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ സംഗീത കോളേജുകളിൽ ജൂനിയർ ലെക്ചറർ ഇൻ മോഹിനിയാട്ടം കാറ്റഗറി നമ്പർ 684/2022 എന്ന തസ്തികയിലേക്ക് 7/12/2024 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി ഒറ്റത്തവണ പ്രമാണ പരിശോധന 13/12/2024 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ പ്രമാണ പരിശോധനയ്ക്കായി അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ സഹിതം പ്രൊഫൈലിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് റിക്രൂട്ട് GR സെക്കൻഡ് A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464447. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ബിൽ കളക്ടർ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ലോ പെയ്ഡ് എംപ്ലോയീസ് ഇൻ KMCS കാറ്റഗറി നമ്പർ 363/2021. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഗ്രികൾച്ചറൽ ഓഫീസർ തേർഡ് NCA ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 604/2023. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഫോർമാൻ സ്റ്റോർ ഇൻചാർജ് കാറ്റഗറി നമ്പർ 404/2022. അടുത്തതൊരു ക്യാൻസലേഷൻ അറിയിപ്പാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഹോമിയോ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST only. അടുത്തതൊരു ഇറാറ്റ് നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ഫ്രം എക്സ് സർവീസ്മെൻ only കാറ്റഗറി നമ്പർ 145/2024. അടുത്തതൊരു ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തൽ അറിയിപ്പാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, ബാൻഡ്, ബഗ്ലർ, ഡ്രമ്മർ കാറ്റഗറി നമ്പർ 596/2022. പ്രസ്തുത മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പരിചയപ്പെടാവുന്നതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. വയനാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് UPS. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST കാറ്റഗറി നമ്പർ 308/2020. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവിടങ്ങളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്. പത്തനംതിട്ട ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും KSRTC KSFDC ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 725/2022 ആൻഡ് കാറ്റഗറി നമ്പർ 726/2022. പാലക്കാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും
സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് ഫീൽഡ് സൂപ്പർവൈസർ ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്. പ്രോസ്തറ്റിക്സ്, ഓർത്തോട്ടിക്സ്, ലെതർ വർക്ക്സ്. പത്തനംതിട്ട ജില്ലയിലേക്ക് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് 86/2021 കാറ്റഗറി നമ്പർ. പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.